ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത അവിശ്വസനീയമായ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ചെനാബ് പാലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ചെനാബ് പാലം ശരിക്കും അതുതന്നെയാണ്, ഒരു അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് വിസ്മയം. നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതും ലോകത്തിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയെ നേരിടാൻ കഴിയുന്ന തരത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1486 കോടി രൂപ ചെലവായ ഈ പദ്ധതിക്ക് വർഷങ്ങളുടെ ആസൂത്രണവും കഠിനാധ്വാനവും വേണ്ടിവന്നു. ഈ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റോക്ക് എഞ്ചിനീയറിംഗിൽ പ്രൊഫസറും വിദഗ്ധയുമായ ഡോക്ടർ ജി മാധവി ലതയ്ക്കാണ്. ഈ വെല്ലുവിളി നിറഞ്ഞ പദ്ധതിയിൽ അവർ 17 വർഷത്തോളം പ്രവർത്തിച്ചു. അപകടകരമായ പർവ്വത ചരിവുകളും ദുഷ്കരമായ ഭൂപ്രകൃതിയും കൈകാര്യം ചെയ്യുന്നതിലെ അറിവിനായി നോർത്തേൺ റെയിൽവേസും പാലം നിർമ്മിക്കുന്ന അപ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും ഡോക്ടർ ലതയെ കൊണ്ടുവന്നു. ഭൂകമ്പങ്ങൾക്കും ദുർഘടമായ ഭൂപ്രകൃതിക്കും പേരുകേട്ട ഹിമാലയൻ പർവ്വതനിരകളിലെ ആഴമേറിയ താഴ്വരയിലൂടെയാണ് പാലം കടന്നുപോകുന്നത്. പാറക്കെട്ടുകൾ എങ്ങനെ സ്ഥിരപ്പെടുത്താമെന്നും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ അടിത്തറ എങ്ങനെ നിർമ്മിക്കാമെന്നും വഴികാട്ടുക എന്നതായിരുന്നു ഡോക്ടർ ലതയുടെ പങ്ക്. അതെ, അവരുടെ വൈദഗ്ധ്യത്തിന് നന്ദി. ചെനാബ് പാലം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പാലം നിർമ്മിക്കാൻ ഡോക്ടർ മാധവി ലത സഹായിച്ചതെങ്ങനെ? ഡോക്ടർ മാധവി ലതയുടെ പ്രധാന ജോലി പാലത്തിൻ്റെ അടിത്തറയുടെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകുകയും കുത്തനെയുള്ള പർവ്വത ചരിവുകൾ നിർമ്മാണത്തിന് സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. പാറക്കെട്ടുകളുള്ളതും അസമവുമായ ചരിവുകളിൽ പാലത്തിൻ്റെ കൂറ്റൻ ആർച്ച് സപ്പോർട്ടുകളും ഉയരമുള്ള തൂണുകളും നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുഴിക്കൽ ആരംഭിച്ചപ്പോൾ വിള്ളൽ വീണ പാറകൾ, അവിടെ മുൻ പരിശോധനകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ദുർബലമായ ഭാഗങ്ങൾ, അവിടങ്ങളിലെല്ലാം തന്നെയുള്ള പ്രശ്നങ്ങൾ എഞ്ചിനീയർമാർക്ക് നേരിടേണ്ടി വന്നു. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളായിരുന്നു അവയെല്ലാം. ഈ പോരായ്മകൾ കൈകാര്യം ചെയ്യാൻ ഡോക്ടർ ലതയും സംഘവും യഥാർത്ഥ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്ലാനുകൾ ക്രമീകരിച്ചു എന്നതാണ്. അവർ ഈ 2 പ്രധാനപ്പെട്ട രീതികളാണ് ഉപയോഗിച്ചത്. ഒന്നാമത്തേത് സിമന്റ് ഗ്രൗട്ടിംഗ്. പാറകളിലെ വിള്ളലുകളിലേക്ക് സിമന്റുകൾ നിറയ്ക്കുന്നതിലൂടെ, കോൺക്രീറ്റ് നിറയ്ക്കുന്നതിലൂടെ അവയെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതി. മറ്റൊന്ന് റോക്ക് ആങ്കേഴ്സ്. പാറകളിൽ ആഴത്തിൽ ഉറപ്പിക്കുന്ന നീളമുള്ള കമ്പികൾ കൊണ്ട് ബലപ്പെടുത്തുക. പാലത്തിന് ശക്തമായ കാറ്റിനെയും ഭൂകമ്പത്തെയും നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സംഘം 10,000 മീറ്ററാണ് ഈ റോക്ക് ആങ്കേഴ്സ് ഉപയോഗിച്ചത്. ഡോക്ടർ ലതയുടെ പ്രവർത്തനങ്ങൾ 2005 ആരംഭിക്കുകയും 2022 പരീക്ഷണ ഓട്ടങ്ങൾ വരെ അത് തുടരുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം മാത്രമല്ല, ഭൂമിയിലെ ഏറ്റവും കഠിനമായ ചുറ്റുപാടുകളിൽ ഒന്നിൽ പോലും 120 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഈ ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അത് എക്കാലവും ഇന്ത്യയുടെ അഭിമാനമായി നിലകൊള്ളും.